തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്. പ്രഖ്യാപിച്ച അനുബന്ധ പദ്ധതികൾ പൂർത്തിയായാലേ ഉദ്ദേശിച്ച നേട്ടം കൈവരിക്കാൻ കഴിയും. അനുബന്ധ വികസന പദ്ധതികൾ എവിടെ വരെയായി എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമിടുന്നത് ഒരു പ്രദേശത്തിന്റെ മാത്രം വികസനമല്ല, സംസ്ഥാനത്തിന്റെ മുഴുവൻ വികസനം ലക്ഷ്യം വെച്ച തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ തന്നെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. റോഡ്, റെയിൽ ഗതാഗതങ്ങളാണ് അനുബന്ധ വികസനത്തിൽ ഏറ്റവും പ്രധാനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന വികസനം ഒന്നുമായിട്ടില്ല. കരാർ പ്രകാരം 2022 മെയ് മാസത്തിലായിരുന്നു റെയിൽപാത സ്ഥാപിക്കേണ്ടത്. വിഴിഞ്ഞത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്റർ വരുന്നതാണ് റെയിൽപാത. ദക്ഷിണ റെയിൽവേയുടെ അനുമതി ലഭിച്ചു, പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. 2028 ഡിസംബറിൽ പണി പൂർത്തിയാക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. പല വഴികളിലായാണ് റോഡ് വികസനം. 2 കിലോമീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. തുറമുഖത്ത് നിന്ന് തലക്കോട് വെച്ച് NH66മായി യോജിക്കുന്ന നിലയിലാണ് റോഡിന്റെ ഡിസൈൻ. ബ്രേക്ക് വാട്ടർ നിർമ്മാണം ആസൂത്രണം ചെയ്ത 3000 മീറ്റർ പൂർത്തിയായി. 400 മീറ്റർ വീതമുള്ള 2 കണ്ടെയ്നർ ബർത്തുകൾ പൂർത്തിയായി. 5 കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 13 കെട്ടിടങ്ങൾ ഇനിയും പൂർത്തിയാവാനുണ്ട്. 65 ഹെക്ടറിൽ 7 ഹെക്ടർ കണ്ടെയ്നർ യാർഡ് മാത്രമാണ് പൂർത്തിയായത്. ഇനിയും 58 ഹെക്ടർ ബാക്കി. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുമെന്ന് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക ഇടനാഴിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോവളം, ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴിക്ക് 500 കോടി അനുവദിച്ചിട്ടുണ്ട്. 2026 പദ്ധതി പൂർത്തിയാകും എന്നാണ് പ്രഖ്യാപനം. വിവിധോദ്ദേശ പാർക്കുകളും ഉൽപാദന കേന്ദ്രങ്ങളും സംഭരണ സംസ്കരണ കേന്ദ്രവും കയറ്റിറക്ക കേന്ദ്രങ്ങളും തയ്യാറെടുക്കുകയാണ്. കടമ്പകളേറെ കടക്കാനുണ്ട്. പറഞ്ഞതിൽ പലതും ഇനിയും പൂർത്തിയാവാനുമുണ്ട്. എല്ലാം കഴിഞ്ഞ ഒറ്റക്കെട്ടായി സംസ്ഥാനം വികസനത്തിന്റെ ഒരു പുതുചരിത്രം എഴുതട്ടെ. ക്യാമറാമാൻ അനന്തു ബി നായർക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.